നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. പ്രമുഖ വ്യവസായിയും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ രംഗത്തും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാഹനപ്രിയനും ഒക്കെ ആയിരുന്ന നമ്മളുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യവസായ പ്രമുഖൻ ശ്രീ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയ് സ്വയം വെടിവെച്ച് തൻ്റെ ജീവിതം 57-ാമത്തെ വയസ്സിൽ അവസാനിപ്പിച്ചു. ലീനയാണ് ഭാര്യ, രോഹിതും റിയയുമാണ് മക്കൾ. ഈ രണ്ട് മക്കൾക്കും ഇന്ത്യ മഹാരാജ്യം നൽകിയ സംഭാവന എന്ന് പറയുന്നത് ഇത്രയേറെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഊട്ടി അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവന്നതിന് സമ്മാനിച്ചത് സ്വന്തം ഇടനെഞ്ചിലെ വെടിയുണ്ടകൾ തകർത്ത വേദനയോടുകൂടിയുള്ള മരണമാണ് തൻ്റെ അച്ഛന്. ED റെയ്ഡ്, അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ, പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ ആദായ നികുതി വകുപ്പ് എങ്ങനെയാണ് വില്ലനാകുന്നത്? പല വ്യവസായികളും ആത്മഹത്യയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെടുന്നത്? ഇവിടെ ഏറെ സങ്കടമുണർത്തുന്നൊരു കാര്യം, രാജ്യം നമുക്ക് അറിയാം, നാനാത്വത്തിൽ ഏകത്വം ഒക്കെ പറയുന്ന ഒരുപാട് സവിശേഷതകളുള്ള എൻ്റെ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കുന്നത് ഞാനൊരു ഓണ്ടർപ്രണർ ആകണോ തൊഴിലാളിയാകണോ എന്നുള്ളത്. അവിടെ തുടങ്ങുകയാണ് അവൻ്റെ രണ്ട് രീതിയിലുള്ള ജീവിതം. തൊഴിലാളിയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് അവർ നൽകുന്ന ആ ഒരു പരിഗണനയിൽ ലഭിക്കുന്ന സമ്പത്തിൽ ഒതുങ്ങി ജീവിക്കുവാൻ ആ കുടുംബം തയ്യാറാകുന്നു. ഇനി മുതലാളിയാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകണമെങ്കിൽ അവിടേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു. ആ പ്രോജക്റ്റിന് ഒരുപാട് പേർ ധനസഹായങ്ങൾ നൽകുന്നു. ആ പ്രോജക്റ്റ് വളരുന്നു. അതിനോടൊപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗമാകുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ രാജ്യം നമുക്ക് തരുന്ന സുരക്ഷിതത്വത്തിന് അവിടെ ഒരു വ്യക്തി അതിന് ഹേതുവാകണം, ഒരു കാരണക്കാരനാകുകയാണ്. അങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പ്, എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് നമ്മളുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മാനേജർ എന്നുള്ള തസ്തികയിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് ഈ മേഖലയിൽ ബിൽഡേഴ്സ് എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സ്വന്തമായി തുടങ്ങിയതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഇന്ന് രാജ്യമെങ്ങും വളരെ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ വളരെയേറെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നേറുന്ന ജൈത്രയാത്ര നടത്തുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുറിച്ച് അധികമൊന്നും കിംവദന്തികളോ ഗോസിപ്പുകളോ അല്ലെങ്കിൽ മറ്റ് മോശമായിട്ടുള്ള വാർത്തകളോ കടന്നു വന്നിട്ടില്ല. റോയിയെ സംബന്ധിച്ചിട്ട് ജീവിതം ആഘോഷമാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. കേരളത്തിലെ ഈ പറയുന്ന ആദായ നികുതി വകുപ്പിന് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിൽ പോയിട്ട് ഒരു വ്യവസായിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം കർണാടക ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. അതിന് ആ ഒരു പരിശോധനയ്ക്ക് അതല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന ആദായ നികുതി വകുപ്പിന് കർണാടകയിൽ പരിശോധന നടത്തുന്നതിന് സ്റ്റേയും ഹൈക്കോടതി അനുവദിച്ചിരുന്നു. പക്ഷെ ആ സ്റ്റേ മാറിയതിന്റെ പിറ്റേ ദിവസം എറണാകുളത്ത് നിന്നും കേരളത്തിൽ നിന്നും ആദായ നികുതി വകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തുകയും ഒരു വ്യവസായിയുടെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ഷൻ സമാഗതമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇടത് വലത് 1,900 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന NDAയും ഇവിടുത്തെ UDFും ഇടതുപക്ഷവും എല്ലാം തന്നെ ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം ഈ സാഹചര്യത്തിൽ ഒരു വ്യവസായിക്കും നൽകുന്നില്ല. എല്ലാവരും ഒത്തുചേർന്ന് അങ്ങ് പിഴിയാൻ ശ്രമിക്കുകയാണ്. അപ്പം കേന്ദ്ര ഭരണം കൈയാളുന്ന BJP ആകട്ടെ അല്ലെങ്കിൽ NDA ഗവൺമെന്റ് ആകട്ടെ ED അല്ലെങ്കിൽ ഈ പറയുന്ന ആദായ നികുതി വകുപ്പിന്റെ സഹായത്തോടു കൂടി അവരെ ചൂഷണം ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവരെ സമീപിക്കുന്നു. അടുത്ത ഇലക്ഷൻ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്ത വ്യവസായികൾക്ക് EDയെ കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സർവ്വസാധാരണമാണ്. എന്നാൽ ചില ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യവസായികൾ എന്ത് ചെയ്യും? ഈ സമയം ആ ഒരു NDA ഒരു അലയൻസിലേക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, സ്വന്തം പേരിൽ പാർട്ടി ഉണ്ടെങ്കിൽ അവർ ചേരും. നമ്മുടെ സാബു ചേട്ടനൊക്കെ ഇവിടെ കിറ്റക്സിന്റെ ഓർഡർ ചെയ്തതൊക്കെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഒരു EDയുടെ ഒരു നോട്ടീസ് വരുന്നു, കുറച്ച് അന്വേഷണങ്ങളൊക്കെ വരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള അന്വേഷണമൊക്കെ നടന്നു, അല്ലാതെ റിപ്പോർട്ടർ ചാനൽ പറയുന്ന പോലെ വലിയ ഇൻഡാസോ അറസ്റ്റിലേക്കൊന്നും നീങ്ങിയിട്ടില്ല, നാടകീയമായ മുഹൂർത്തങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം നാടകീയമായ ഒരു നടപടി സ്വീകരിച്ചു അദ്ദേഹം. നാളിതുവരെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടിയുടെ വ്യക്തമായിട്ട് ഒരു ലയനം ഇവിടെ വലിയ ഒരു ജനസാഗരത്തിൽ വെച്ച് അനൗൺസ് ചെയ്ത സാബു ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ മലക്കം മറിഞ്ഞ് ഈ പറയുന്ന കേന്ദ്രഭരണം കൈയാളിയിരിക്കുന്ന NDAയുടെ പാർട്ടിയുടെ ഒരു അലയൻസിലേക്ക് എത്തുകയാണ്. കുറച്ചു പേർ അതിൽ നിന്ന് വിട്ടുപോകാനും ഈ ഒരു മലക്കം മറിച്ചിൽ കാരണമാകുകയുണ്ടായി. ഇവിടെ ഈ പറയുന്ന രീതിയിൽ CJ റോയിയുടെ മരണം നടന്നിട്ട് ഇത്രയും സമയമാകുന്നതേ ഉള്ളൂ. നമ്മളും അദ്ദേഹത്തിന്റെ മരണം ആഘോഷിക്കപ്പെടുകയല്ല, ഇതിനൊരു അറുതി വരുത്തണം. ED റെയ്ഡുകൾ, ആദായ നികുതി റെയ്ഡുകൾ
റെയ്ഡുകൾ കാരണം ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസായിയുടെയും ജീവിതം അപഹരിക്കപ്പെടാൻ പാടില്ല എന്നാണ് മലനാട് ടിവിക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കഫേ കോഫി ഡേയുടെ മുതലാളി സിദ്ധാർത്ഥ ജീവനൊടുക്കിയത് പാലത്തിൽ നിന്ന് ചാടിയാണ്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥയുടെ ഭാര്യ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി ആ ജീവനം തിരികെ പിടിച്ചതും നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് എനിക്ക് ഇഡിയോടും ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ളത്, ഒരൊറ്റ വ്യവസായികളുടെ മണ്ടയിൽ കുതിര കയറാൻ നിങ്ങളെ മലനാട് ജീവി അനുവദിക്കില്ല, അല്ലെങ്കിൽ ഈ ജനങ്ങൾ അനുവദിക്കില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ അതിന്റെ ആണിക്കല്ല് നട്ടല്ലെന്നൊക്കെ പറഞ്ഞത് വ്യവസായികളാണെന്ന് ഘോരഘോരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രസംഗിക്കാറുണ്ട്. എന്തിനാണ് ഈ ഇഡി റെയ്ഡ് നടത്തുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ റെയ്ഡ് വേണ്ട എന്നല്ല, നമുക്ക് സുതാര്യമായിട്ടുള്ള ഒരു നികുതി വ്യവസ്ഥ ഉണ്ടാക്കുകയും ആ നികുതി വളരെ സന്തോഷത്തോടു കൂടി ഏതൊരാളും, അത് സാമ്പത്തികം ഇല്ലാത്ത ഒരാളായിക്കോട്ടെ, തൊഴിൽ ഉടമയാകട്ടെ, തൊഴിലാളിയാകട്ടെ, ഇവരെല്ലാവരും രാജ്യത്ത് നൽകണമെങ്കിൽ തിരിച്ചു നൽകേണ്ട കുറച്ച് കവറേജുകളുണ്ട്. നൽകുന്നില്ല എന്നല്ല അല്ല, ഇന്ത്യയിലെ എല്ലാ വിധത്തിലുള്ള ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല. അവിടെ ഈ പറയുന്നത് പോലെ എനിക്കൊരു സജഷനാണ് പറയാനുള്ളത്. നികുതി വെട്ടിക്കുക എന്നുള്ളത് ഏതൊരാളും ബോധപൂർവം ചെയ്യുന്ന ഒന്നല്ല. പലതരത്തിലുള്ള വീഴ്ചകൾ ഓഡിറ്റിംഗിൽ ഉണ്ടാകാം. അവിടെ ആദായ നികുതി വകുപ്പ് വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഒരു വലിയ പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു പ്രസ്റ്റീജ് ഉള്ള അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളിനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അകത്തിടുമെന്ന് പറയുമ്പോൾ അദ്ദേഹം കടന്നു വന്ന വഴികളിൽ കൂടുതൽ മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളായിരിക്കും. ആ ശത്രുക്കൾക്ക് ആഘോഷിക്കാൻ തന്റെ ജീവൻ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പരകായ പ്രവേശനം നടത്തിയത്, സ്വയം നെഞ്ചിൽ വെടിവെച്ചിട്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ മനസ്സിന്റെ ഒരു ഇതാണ്. നമ്മൾ നിമിഷം തോന്നുന്ന ഒരു കാര്യത്തിലാണ് ഈ ആത്മഹത്യ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടത്തിന്റെ പകുതി തന്റെ ഇടം സീജറോയ്ക്ക് മതിയായിരുന്നു. തനിക്ക് എതിരെ ഈ പറയുന്ന ഇഡി അല്ല, ഇനി ഇന്ത്യയിലല്ല ലോകത്തെ ഏത് നികുതിദായകരും ഇങ്ങോട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയാലും അതിനെ നേരിടുവാൻ അതിന്റെ പകുതി തന്റെ ഇടം മതിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രോഹിതിനും റിയയ്ക്കും അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു. വളരെ വേദനയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പറയുവാൻ. എന്തു തന്നെയായാലും നമ്മുടെ നികുതി വിവിധ സംവിധാനങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പാർലമെന്റിലും നിയമസഭയ്ക്കുള്ളിലും പുതിയ നികുതികൾ അമെന്റ്മെന്റ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആ നികുതിയുടെ വശങ്ങൾ അറിയുന്നതിന് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ വേണം. വെറും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് നികുതിയുടെ ഈ പുതിയ തലങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ തന്നാൽ പോരാ. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ലൂഫോൾസിലൂടെയാണ് ഞാൻ നികുതി കൊടുക്കാതെ ഈ പറയുന്നതിന്റെ കൂട്ട് നമ്മുടെ നീതി ദേവതയ്ക്ക് മുമ്പിൽ പ്രതിയാകുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ പ്രതിയാകാതിരിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയേറെ വരുമാനം വരുമ്പോൾ ഇത്ര തുക നികുതി നൽകണം. അത് ആ നികുതികളാണ് നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നട്ടല്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ നികുതി വ്യവസ്ഥയിൽ നിന്നാണ് കൂടുതൽ ആദായങ്ങൾ എടുക്കുകയും ഈ രാജ്യം നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വികസിത രാജ്യങ്ങളിൽ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നികുതിദായകരാകുന്ന ജനസമൂഹത്തെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കള്ളത്തരവും ഈ പറയുന്ന വെട്ടിപ്പും തട്ടിപ്പും നികുതി ഈടാക്കുന്നതിൽ നിന്ന് ബിസിനസ്സുകാരെ മുഖം തിരിച്ചു നടത്തുന്നത് എന്നുള്ളത് പഠിക്കേണ്ടതാണ്. ഇനിയെങ്കിലും അത്തരമൊരു കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തി വളരെ വേഗത്തിൽ തന്നെ സുതാര്യമായ ഒരു നികുതി വ്യവസ്ഥ ഉണ്ടാക്കുകയും ഞാൻ നികുതി കൊടുക്കുന്നതിനുള്ള അഭിമാനബോധം എല്ലാ ഓണ്ടർപ്രണേഴ്സിനും ഉണ്ടാകത്തക്ക തരത്തിൽ തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഓരോ ഇഡി ഉദ്യോഗസ്ഥനും കടന്നു വരേണ്ടത്. അവിടെ പോയി ഭീഷണിപ്പെടുത്തുകയും തന്റെ കയ്യിലേക്ക് അവനുണ്ടാക്കി വെച്ചുള്ള പണം തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് ഒരു ഓഹരി അതിന്റെ കിമ്പളമായി കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ അത് ചെയ്തോളയും ഇത് ചെയ്തോളെന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരെ നമുക്കറിയാം. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ചിലരെ ടേപ്പ് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകരുമുണ്ട്. എന്തായാലും ഇഡിയുടെ ഈ നിലപാടുകൾ ഒരു ജീവൻ അപഹരിച്ചതിൽ അതൃപ്തിയോട് കൂടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഒരു തരത്തിലും ഒരു നിയമം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരും ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിനോദ വാണിജ്യ ആദായ നികുതികളുടെ ഇടപെടലിന് വേണ്ടി എത്തുന്ന ഉദ്യോഗസ്ഥർ സാഹോദര്യത്തോടുകൂടി അവരുടെ പോലീസിൽ പറഞ്ഞ മൃതഭാവെ ദൃഢകൃത്യ തന്നെ നിങ്ങൾ ചെയ്യണം. പക്ഷേ മൃതഭാവേ വേണം. ഒരു തരത്തിലും മാനസിക വൈഷമ്യം വന്നുകൊണ്ട് നികുതി അടയ്ക്കുവാൻ നികുതിദായകർക്ക് ഇടയാക്കുന്ന തരത്തിലേക്ക് നികുതി ഉദ്യോഗസ്ഥർ കടന്നു വരരുത്.
ഭീഷണിപ്പെടുത്തി അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിൽ വന്നാൽ കൊലക്കുറ്റം ഈ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ചേർത്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കർണാടക ഹൈക്കോടതി ഒരു പ്രാവശ്യം തടഞ്ഞതാണ്, സ്റ്റേ ചെയ്തതാണ് ഈ ഒരു നിലപാടിനെ, കേരളത്തിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥരുടെ കടന്നുവരവിനെ. ആ സ്റ്റേ എന്ന് തീർന്നു, അതിന്റെ പിറ്റേന്ന് വന്ന് ആ പാവം മനുഷ്യനെ കുരുതി കൊടുത്തതിനെതിരെയുള്ള അമർഷം കൂടി രേഖപ്പെടുത്തുന്നു. എന്തായാലും മലനാട് TV മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ജോയിന്റ് കമ്മീഷണർ അടക്കമുള്ളവർ, ഇവിടുത്തെ GST ജോയിന്റ് കമ്മീഷണർ അടക്കമുള്ളവർ മലനാട് TVയിൽ പ്രസംഗിച്ച് നിങ്ങൾ കണ്ടതാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു അവയർനെസ് മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയില്ലെങ്കിൽ മലനാട് TV ഉള്ള മാധ്യമങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇനി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ED ഓഫീസുകളിലും ആദായ നികുതി ഓഫീസുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് മലനാട് TV കടന്നു വരികയാണ്. നിങ്ങളുടെ ഇടപെടൽ, നിങ്ങളുടെ നടപടികൾ, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഇന്ത്യയിൽ ഇനി ഒരു ജീവനും നഷ്ടമാകരുത്. ജയ് ഹിന്ദ്.